നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. എത്ര മനോഹരമായ വാക്യം! അതായത് ഒരാത്മീക വളർച്ച പ്രാപിക്കുന്നവന് മാത്രമേ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കലും ഒരു ശിശുവിന്, ഒരു ജഡീകന്, ഒരു ശൈശവത്തിലിരിക്കുന്നവന് തന്നെ ഉപദ്രവിക്കുന്നവരെ, തനിക്കെതിരെ ദോഷം നിരൂപിക്കുന്നവരെ, തൻ്റെ പ്രമോഷൻ തട്ടിയെടുത്തവരെ, ഹല്ലേലൂയ, തൻ്റെ ഭാവിക്ക് ദോഷം ചെയ്തവരെ, അല്ലെങ്കിൽ തൻ്റെ നന്മയെ തടഞ്ഞു വെച്ചവരെ, തനിക്കെതിരെ ദോഷമായി സംസാരിച്ചവരെ, തനിക്കെതിരെ ദോഷമായി നിരൂപിച്ചവരെ ഒന്നും അനുഗ്രഹിക്കാനും കഴിയത്തില്ല, അവരോട് ക്ഷമിക്കാനും കഴിയത്തില്ല. എന്നാൽ ഒരു ആത്മീക പക്വത പ്രാപിച്ച വ്യക്തി, ഒരു ആത്മീക വളർച്ച പ്രാപിച്ചവൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കും. അവരോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കണം. അവരെ ശപിക്കരുത്, അവർക്കെതിരെ ദോഷം പറയരുത്, അവർക്കെതിരെ വിരോധം ചെയ്യരുത്, അവരെ ഉപദ്രവിക്കാൻ പോകരുത്, അവർക്കെതിരെ പാരവെക്കാൻ പോകരുത്. അവരെ മറിച്ച് എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കണം. അവരെ ശപിക്കരുത്, അവർക്ക് ഗുണം വരരുത് എന്ന് പറയരുത്, മറിച്ച് യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. അനുഗ്രഹിക്കാൻ പറയുന്നത് ഇവിടെ യേശു അപ്പച്ചൻ പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളവരെ സ്നേഹിക്കണം. സ്നേഹിക്കാത്തവരെ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റുമോ? ചുമ്മാതെ നമ്മൾ പറയും, എൻ്റെ ശത്രുക്കളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചേക്കണേ. നോ, നിന്റെ ഹൃദയം തുറന്ന് നീ അവരെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരെ അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഒരു ആത്മീകൻ്റെ ലക്ഷണമാണ്, ഒരു ആത്മീക വളർച്ച പ്രാപിക്കുന്നവൻ്റെ ലക്ഷണമാണ് ശത്രുക്കളെ സ്നേഹിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ. അടുത്ത വാക്യം, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിങ്ങൾക്ക് ഏത് തരത്തിൽ ഉപദ്രവം ചെയ്തവരാണെങ്കിലും അവരെ സ്നേഹിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഈ വചനം നിങ്ങൾ അനുസരിക്കാമെങ്കിൽ ഒരാത്മീക വളർച്ച പ്രാപിച്ചവന് മാത്രമേ, അല്ലെങ്കിൽ ഒരാത്മീക കാഴ്ചപ്പാട് പ്രാപിച്ചവന് മാത്രമേ ഇതനുസരിക്കാൻ കഴിയുള്ളൂ. ഇതനുസരിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ഇതിനകത്ത് വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട് കേട്ടോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും.